കരുവന്നൂർ കേസിൽ ഇപ്പോൾ SC മൊയ്തീനെയും തൃശൂർ ജില്ലാ സെക്രട്ടറി മുൻ സെക്രട്ടറി MM വർഗീസിനെയും പ്രതി ചേർക്കാൻ EDക്ക് അനുമതി കിട്ടി എന്ന വിവരം വരുന്നുണ്ടല്ലോ. 20 പ്രതികളാണ് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടാവുക എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയാണ് ശ്രീകാന്ത്, എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുക? മറ്റാരൊക്കെയാണ് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ ഉണ്ടാവുക കരുവന്നൂർ കേസിൽ? ഈ രണ്ടാം ഘട്ടത്തിലെ പ്രതിപട്ടികയാണ് 20 പേരടങ്ങുന്നത്. കുറ്റപത്രം ഈ മാസം അവസാനത്തോടു കൂടിയേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ രണ്ടാം ഘട്ട പ്രതിപട്ടികയാണ് ഇപ്പോൾ തയ്യാറായത്. 20 പ്രതികളടങ്ങുന്ന രണ്ടാം ഘട്ട പട്ടിക തയ്യാറായി എന്ന് ED വ്യക്തമാക്കുന്നു. മുൻ മന്ത്രി SC മൊയ്തീൻ, CPIM മുൻ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ ഇപ്പോൾ EDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ ആസ്ഥാനത്തു നിന്നും അനുമതി കിട്ടിയിരിക്കുന്നു. ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരും ഈ കേസിൽ പ്രതികളാകും. അവരും കൂടി ചേർത്താണ് ഈ 20 പ്രതികൾ വരുന്നത്. കേസിൽ ആകെ 80-ലധികം പ്രതികൾ വരും എന്നാണ് ED വ്യക്തമാക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരം 83 പ്രതികൾ ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാം ഘട്ട പ്രതിപട്ടിക കൂടി ഡൽഹിയിലേക്ക് അയക്കണം. അത് അവിടെ നിന്നും അനുമതി കിട്ടി തിരിച്ചു വന്നതിന് ശേഷമാകും ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കുറ്റപത്രം വയ്ക്കാൻ പോകുന്നത്. കൂടുതൽ CPIM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ED വ്യക്തമാക്കുന്നത്.